മലയാളി വൈദികർക്ക് നേരെ ബജ്റംഗ് ദൾ ആക്രമണം അപലപിച്ച് സീറോ മലബാർ സഭ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ വിശ്വാസി സംഘത്തെ VHP പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മലയാളികളായ വൈദികരെ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിലിട്ട് മർദ്ദിച്ചുവെന്ന് ആരോപണം. ക്രൂരമായ മർദ്ദനമേറ്റുവെന്ന് മർദ്ദനമേറ്റ മലയാളികളായ ഫാദർ ഡേവിസ് ജോർജും ഫാദർ ജോർജും പറയുന്നു. VHPയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ നടത്തിയത് ഗുണ്ടായിസമായിരുന്നുവെന്നും ഇരുവരും പ്രതികരിച്ചു. ജയ് ശ്രീറാം വിളിച്ചെത്തിയ സംഘം മർദ്ദിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നും മലയാളി വൈദികരായ ഫാദർ ഡേവിസ് ജോർജും ഫാദർ ജോർജും പറയുന്നു. വാഹനം തടഞ്ഞ വിശ്വാസികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ സഹായിക്കാൻ പോയതായിരുന്നു ഇരുവരും. പോലീസ് സ്റ്റേഷനകത്ത് നടന്ന ആക്രമണം ഞെട്ടിക്കുന്നതാണ്. ശക്തമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഇരുവരും പറയുന്നു. മണ്ഡാല പള്ളിയിലെ പുരോഹിതരും തീർത്ഥാടകരും ഉൾപ്പെടുന്ന സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. പള്ളിയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിലെ വിവിധ പള്ളികളിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. പള്ളികളിൽ സന്ദർശനം നടത്തുന്നതിനെ ഒരു സംഘം VHP ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇവരുടെ ബസ് തടയുകയായിരുന്നു. തുടർന്ന് ഇവരെ ഒമുദി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പോലീസ് ഇവരെ വിട്ടയച്ചു. മുന്നോട്ടുള്ള യാത്രക്കിടെ VHP ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇവരെ തടയുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് സ്റ്റേഷനിൽ വെച്ച് പുരോഹിതർ അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതേസമയം മലയാളി വൈദികരെയും വിശ്വാസികളെയും ബജ്റംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചതിനെ അപലപിച്ച് സീറോ മലബാർ സഭ രംഗത്തെത്തി. അക്രമികൾക്കെതിരെ നടപടി വേണമെന്ന് സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. അതേസമയം ജബൽപൂർ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്പീക്കർ ചോദ്യോത്തരവേളയിലേക്ക് കടന്നതോടെ മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സഭ ചേരും മുമ്പ് പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പ്രതിഷേധിച്ചു.